രേഷേ ആ ഇതെന്താടാ ഇവിടെ ഇരിക്കണേ? ഒന്നുമില്ല, അങ്ങനെ വെറുതെ അങ്ങനെ ഇതാ. അങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളല്ലല്ലോ ഈ. ഒന്നുമില്ലടാ, ഞാൻ വെറുതെ അങ്ങനെ ഇതാ. ഇതെന്ത് പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, ഇങ്ങനെ വീട്ടിലിങ്ങനെ ഓരോ വർത്താനൊക്കെ ആയിട്ട് ഇങ്ങനെ. വർത്താനം ആരായിട്ട്? എടാ ഓളായിട്ട് ഓരോ വർത്താനൊക്കെ ആയിട്ട്. എടാ ഭാര്യയായിട്ട് കച്ചറുണ്ടാവണൊക്കെ സർവ്വസാധാരണ. അതിനിങ്ങനെ വിഷമിച്ച് നടന്നിട്ട് എന്താ കാര്യം? എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് ആകെ 1.5 മാസമായിട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങനത്തെ വർത്താനൊക്കെ പറഞ്ഞത് അതാണ് ഇപ്പൊ അത്ര വലിയ കാര്യം. ഓളെന്തൊക്കെ വർത്താനാ പറഞ്ഞറിയെങ്കിൽ ഈടെ കച്ചറയാകുമ്പോ അങ്ങനെ നമ്മള് വായി തോന്നിയൊക്കെ വിളിച്ചു പറയും. അനക്കിത് പുതിയതായതുകൊണ്ട് ഒരു പുതുമയാ. അത് ഓളെന്താ പറഞ്ഞത് നീ ഒന്ന് കേക്ക്. ഇടയ്ക്ക് ഒന്നും പറയണ്ട, എനിക്കറിയാം. ഓള് പറഞ്ഞിട്ടുണ്ടോ ഈ വീട്ടിൽ ഞാൻ എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയത് എന്റെ പ്രശ്നം. അപ്പൊ ഈ പറഞ്ഞിട്ടുണ്ടാവുന്ന അത്ര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് എന്റെ വീട്ടിൽ നിൽക്കണ്ട, അന്ന എന്റെ വീട്ടിൽ കൊണ്ടാക്കി തരാം. പിന്നെ ഓള് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ വീട്ടുകാരല്ലേ വലുതെന്ന്. അപ്പൊ ഈ പറഞ്ഞിട്ടുണ്ടോ അനക്ക് എന്റെ വീട്ടുകാർ വലുതാണെങ്കിൽ എനിക്ക് എന്റെ വീട്ടുകാർ വലുതാണ്. പിന്നെ ഓള് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് എത്ര നല്ല ആലോചന വന്നാന്ന്. അപ്പൊ ഈ പറഞ്ഞിട്ടുണ്ടാവുന്ന ഈ വേറെ ആരെയും കൂടെ പോയിക്കോന്ന് അല്ലേ. പിന്നെ ഓള് പറഞ്ഞിട്ടുണ്ടാവും ഇന്റെ വാക്കിന് ഇവിടെ എന്തെങ്കിലും വില ഉണ്ടോ, ഇങ്ങനെ സ്വന്തം കാര്യം നോക്കണ ഒരുത്തിന് എനിക്ക് വേണ്ടാന്ന്. അപ്പൊ ഈ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ തന്നെ പോകാൻ നമുക്ക് ഡൈവോഴ്സ് ചെയ്യാൻ ഒരു വക്കീലിനെ കാണാതെ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഓള് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു തരലുണ്ടോ. അപ്പൊ ഈ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ചുരിദാർ വാങ്ങി തന്നില്ല, എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയില്ല, പാരസെറ്റമോൾ ഗുളിക വാങ്ങി കൊടുത്തേ വരെ ഈ കണക്ക് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഓള് പറഞ്ഞിട്ടുണ്ടാവും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ സംസാരിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഞങ്ങളെ കച്ചറയിലെ ഡയലോഗാണല്ലോ. ഇതെങ്ങനെ ഈ കേട്ട് ഈ അവിടെ വന്നിനോ? കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ സെയിം ഡയലോഗ് കേട്ടുകൊണ്ടിരിക്കണ ഈ ഇന്നോടോ ബാല.